ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റിസ് വേൾഡ്. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കസ്റ്റാർഡ് ഐസ്ക്രീമാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ റിസ് വേൾഡ് എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഒരു പാത്രത്തിൽ 300 ml പാലെടുത്തിട്ടുണ്ട്. അത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം. ഇവിടെ 8 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. നമുക്ക് മധുരത്തിന് ആവശ്യമായുള്ള മധുരം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പാൽ തിളച്ച് വരുന്ന സമയം കൊണ്ട് ഒരു പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 1/2 ഗ്ലാസ് പാൽ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് വെക്കാം. പാൽ തിളക്കുമ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത് വെച്ചിരുന്ന കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കസ്റ്റാർഡ് പൗഡറിൽ വാനില എസൻസിൻ്റെ ഫ്ലേവർ ഉള്ളതിനാൽ വാനില എസൻസ് ചേർക്കുന്നില്ല. നിങ്ങളുടെ കയ്യിലുള്ള കസ്റ്റാർഡ് പൗഡറിൽ വാനില എസൻസ് ഇല്ലെങ്കിൽ വാനില എസൻസ് ചേർക്കാവുന്നതാണ്. ഇത് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇത് തണുക്കാനായി മാറ്റിവെക്കാം. തണുത്തതിന് ശേഷം നന്നായി ഇളക്കി ഉടച്ചെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ക്രീം എടുക്കാം. ഞാനിവിടെ ഫിയാനയുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇത് ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്ത് തുടങ്ങാം. സ്പീഡ് 2-ൽ 3 മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കാം. ഈ രീതിയിൽ മീഡിയം പീക്സ് ആക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന കസ്റ്റാർഡ് മിക്സ് ചേർക്കാം. ഇത് 1 മിനിറ്റോളം ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾ ചേർക്കുന്ന വിപ്പിംഗ് ക്രീമിൽ ഷുഗർ ഇല്ലെങ്കിൽ ഈ സമയത്ത് ഷുഗർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റാം. ബീറ്റർ ഇല്ലാത്തവർക്ക് ഇത് മിക്സിയിലും ചെയ്തെടുക്കാം. ഇനി ഇത് ഒരു സ്പൂൺ വെച്ച് സെറ്റാക്കി ഇതിൻ്റെ മുകളിലൂടെ ഒരു കാണാൻ ഭംഗിക്ക് വേണ്ടി സ്ട്രോബെറിയുടെ കട്ട് ചെയ്ത പീസസ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് സെറ്റാവാൻ 8 മണിക്കൂർ ഫ്രീസറിൽ വെക്കുക. 8 മണിക്കൂറിന് ശേഷം നമ്മുടെ ഐസ്ക്രീം നോക്കിയപ്പോൾ നല്ല സെറ്റായിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.